നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നോർത്ത് ഈസ്റ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പൊതുവേദി. ത്രിപുരയിൽ പരീക്ഷണം പാളിയോ എന്നതാണ് നമ്മുടെ വിഷയം. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, പ്രതികരിക്കാം. ആദ്യത്തെ കോൾ വടക്കൻ പരവൂരിൽ നിന്നാണ്. കലാധരൻ, സിപിഎമ്മും കോൺഗ്രസും കൈകോർത്തിട്ടും ഫലമില്ല. ത്രിപുരയിൽ ഭരണ തുടർച്ചയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്റെ മാഡം, ഇവിടെ എവിടെ കൈകോർത്താലും ഒരു രക്ഷയില്ല. ഇപ്പൊ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് നോക്കിയോ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ സ്ഥിതി എന്തായിരിക്കും? ഇതിന് 100 കാരണങ്ങൾ, ഒരു കാരണങ്ങൾ മാത്രമല്ല. ഒന്നാമത് കോൺഗ്രസിന് കമ്മ്യൂണിറ്റി, സിപിഎമ്മിൽ നടക്കുന്നുണ്ട് ഒരു തൊള്ളയും ഒള്ളിയും കൊലയും പിടിച്ചു പറയും. പിന്നെ അവർക്ക് ആരും ഒരു ഫോർമുലയാണ്. നമ്മളിതൊന്നും പറഞ്ഞ് യാതൊരു കാര്യമില്ല. പലരും തരത്തിനായി ഇവിടെ BJP സർവത്ര തരത്തിലുള്ള ആധിപത്യം സ്വീകരിക്കും. എന്തുകൊണ്ട് പണം കൊടുത്തവരമാണ്, വേറെ ഒന്നുമില്ല. ശരി, മുഹമ്മദ് ചേരുന്നു മഞ്ചേരിയിൽ നിന്ന്. മുഹമ്മദ്, സിപിഎമ്മും കോൺഗ്രസും കൈകോർത്തിട്ട് കാര്യമുണ്ടായത് കോൺഗ്രസിനാണ് സീറ്റ് പിടിക്കാനായി എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നത്? BJP തന്നെ വീണ്ടും തുടരുകയല്ലേ ഭരണം? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. പിന്നെ കാര്യമുണ്ടായത് കോൺഗ്രസിന് തന്നെയാണ്, അത് മനസ്സിലായി. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലേറെ വലിയ കാര്യം ഉണ്ടായി. അതെന്താണെന്നുള്ളത് മാഡത്തിന് അറിയോ? ആ കാര്യം പറഞ്ഞുതരാം. അവിടെ നിലംപരിശാക്കി കമ്മ്യൂണിസ്റ്റുകാരെയും ആ രാജ്യത്തിന്, അവിടുത്തെ ഓഫീസിന്, അവിടുത്തെ കെട്ടിടങ്ങളെയും അവിടുത്തെ എല്ലാവരും നിലംപരിശാക്കി. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിൽ ഇപ്പൊ എത്രയോ 14 ആളോ 15 ആളോ ജയിച്ചു വന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അങ്ങനെ നശിപ്പിക്കാൻ ആയിട്ടില്ല, ആവൂല. പിന്നെ അവർക്ക് നാലം കിട്ടി എന്നുള്ളത് അത് വളരെ നല്ലതാണ്. അത് മറ്റൊരു മുന്നണിക്ക് അതൊരു ആക്കം കൂട്ടും ചെയ്യും. അതാണ് ത്രിപുരയ്ക്ക് നേട്ടം കൂട്ടിയിരിക്കുന്നത് എന്ന് കണക്കാക്കാം. അടുത്ത കോൾ പാലക്കാട് നിന്ന് കണ്ണദാസനാണ്. കണ്ണദാസൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? മാഡം, 64-ലാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. 64-ലാണ് തുടർന്ന് CPI M ആയത്. 64-ലാണ് CPI തുടർന്ന് M ആയത്. M-ന് മാറ്റിയിട്ട് CPIN ആയിട്ട് ലയിച്ച എല്ലാ പാർട്ടിക്കാരുമായിട്ട് ലയിച്ച തറവാട്ടിൽ തന്നെ വരണം എന്നാണ് അഭിപ്രായം. തറവാട്ടിൽ വന്ന CPI രക്ഷപ്പെടും. ഈ ബ്രാക്കറ്റിൽ M വന്നതാണ് ഇപ്പൊ പ്രതിസന്ധി ആയത്. അത് മോഹനായിട്ട് ഒന്നും അറിയൂല. അപ്പൊ CPIN ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രം ആവുകയാണെങ്കിൽ എല്ലാവരെയും പാർലമെന്റിലടക്കം വിജയിപ്പിക്കാൻ പറ്റും. മോഹനാട്ടം ഒന്നും അറിയാത്തതാണ് പ്രശ്നമായത്. അത് മോഹനാട്ടിന്റെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് കൂടി പറയുന്നത്. മോഹനാട്ടം ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ശരി, വിക്രമൻ ചേരുന്നു അടൂരിൽ നിന്ന്. ശ്രീ വിക്രമൻ, തെരഞ്ഞെടുപ്പ് വെറും സംഖ്യകളുടെ കളിയാണ്. അവിടെ കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്നത് താൽക്കാലികം മാത്രമെന്ന് ഇടതുഭാഗത്തു നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും ത്രിപുരയിലെ കാര്യത്തിൽ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? മാഡം, ഇത് പിന്നെ ഒരിക്കലും ഈ പരീക്ഷ പരാജയം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതാണ് എന്റെ പ്രധാന കാരണം. അതിനൊരു ഉദാഹരണം പറയാം. അതായത് പിന്നെ ഈ ത്രിപുര പാർട്ടി ജയിച്ച ഭാഗങ്ങളിൽ, പിന്നെ BJP ജയിച്ച ഭാഗത്തിലെല്ലാം ത്രിപുര പാർട്ടി പിന്നെ BJPക്ക് അനുകൂലമായി ചെയ്യാം. കോൺഗ്രസിന്റെ വോട്ട് CPM-ന്. കാരണം അതിന്റെ റിസൾട്ട് വരുമ്പോൾ കണ്ടില്ല, കോൺഗ്രസ് 3 സീറ്റിന്റെ ഭൂരിപക്ഷം, 3 സീറ്റിന്റെ അധികം കിട്ടിയെന്ന് പറയുന്നു. 3 സീറ്റ് കിട്ടിയെന്ന് അവർ പറയുന്നു. അപ്പൊ അതിന്റെ കാരണം എന്താ? CPM കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത്, കോൺഗ്രസ് CPM-ന് എതിരായിട്ട് വോട്ട് ചെയ്ത്, BJPക്ക് അനുകൂലമായിട്ട് അവിടെ ചെയ്ത് ഇടയിൽ അതാണ് അതിന് സംഭവിച്ചത്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ രാപകൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാണ്. കാരണം അതിന്റെ ഉദാഹരണം ഞാൻ പറയാം. മറ്റേ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പായിട്ട് പറയാം. ഉത്തർപ്രദേശിൽ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത കോളിലേക്ക് പോകുന്നു. ഉമേഷ് ചേരുന്നു പാലയിൽ നിന്ന്. ഉമേഷ്, ആകെ ഒരു പ്രതീക്ഷ മതേതര പാർട്ടികൾ ഒന്നിച്ചു എന്നതാണ്. അതിനപ്പുറത്തേക്ക് ആ കൂട്ടുകെട്ടിൽ എന്തുണ്ടായി ത്രിപുരയിൽ എന്നാണ് താങ്കൾ കരുതുന്നത്? എന്റെ തന്നെ മുള്ളും മുരിക്കും മൂർക്കം പാമ്പ് എല്ലാം കൂടെ ചേർന്നാലും നരേന്ദ്രമോദി എന്ന മഹാസമുദ്രത്തിന്റെ കീഴിൽ ഇവന്മാരെല്ലാം വെറും കുമളകളാണ്. കക്കിയേല, കക്കാൻ സമ്മതിക്കുകയല്ല, കക്കി മുടിക്കുകയല്ല. ഇതാണ് ഏറ്റവും വലുത്. ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഒരു റിസോർട്ട് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപർണ ചോദിച്ചു, റജിൽമാർ കൂറ്റിയോട് നിങ്ങൾ ഇതിനോട് സ്വീകാര്യമാണെന്ന് ചോദിച്ചു. അവൻ കിടന്ന് ഉരുണ്ട് കളിക്കുക. ഇതാണ് ഈ കള്ളനെ കൊള്ളക്കാരനൊക്കെ എന്നേക്കുമായിട്ട് ഈ
ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് തൂത്തെറിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. ഇപ്പൊ നേട്ടം ആർക്കാ ഉണ്ടായത്? CPM-ന് 10-25 കൊല്ലം ഭരിച്ച CPM-ന് 16 ഉണ്ടായിരുന്നത് 12 ഇതൊക്കെ എന്നത്തിന് ഇവന്മാരെ എല്ലാം ചുമന്ന് കിടക്കുന്നത്. സ്വന്തമായിട്ട് ഇന്ന് മത്സരിക്കണം, ധൈര്യമുണ്ടേ, ചങ്കുറപ്പുണ്ടായി BJP-യോട് സ്വന്തമായിട്ട് ഇന്ന് മത്സരിച്ച് നേരട്ടെ. അല്ലാതെ ഇവിടെ ഈ കേരളത്തിൽ ഈ പൊട്ടന്മാര് ഈ കളിക്കുന്ന ജനങ്ങളെ പൊട്ടനാക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളിടത്തോട്ട് പോയി ജനങ്ങൾ ആരും പൊട്ടന്മാരാകിയല്ല. കേരളത്തിലുള്ളവരെല്ലാം കുറെ പൊട്ടന്മാര് കളിക്കും. പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാണല്ലോ ഒരു അഭ്യാസം ഇവന്മാർ അഭ്യാസം ഒന്നും നടക്കില്ല. അതാണ് ഇപ്പൊ ഈ അറസ്റ്റിനോട് നമുക്ക് മനസ്സിലായത്. ശരി, റിജു ചേരുന്നു ആറാട്ടുപുഴയിൽ നിന്ന്. റിജു, എന്തായിരുന്നു താങ്കളുടെ പ്രതീക്ഷ? അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണോ ത്രിപുരയിലെ റിസൾട്ട് വന്നിരിക്കുന്നത്? എന്റെ പ്രതീക്ഷ ഇതേ റിസൾട്ട് വരുമെന്ന്. ഒരു കാരണവശാലും ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കൊള്ളക്കാരും തെമ്മാടികളും മാഫിയകളുമായ ഈ കമ്മ്യൂണിസ്റ്റ് CPM-കാരോട് ഒരിക്കലും സഖ്യം ചേർന്ന് അവിടെ മത്സരിക്കരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക്. പക്ഷെ അത് കോൺഗ്രസിനല്ലേ നേട്ടം ഉണ്ടാക്കിയത്? കോൺഗ്രസിന് നേരത്തെ ഒരു നേട്ടം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നിന്ന് BJP പോയി അവിടുന്ന് MLA സ്ഥാനം രാജിവെച്ച് തിരിച്ച ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോ അദ്ദേഹം ജയിച്ചല്ലോ. അവിടെ കോൺഗ്രസ് അന്നും ജയിച്ചല്ലോ, CPM അന്നും ജയിച്ചില്ലല്ലോ. CPM എന്ന് വെച്ച കൊള്ളക്കാരുടെ ഒരു പാർട്ടിയാണ്. ഒരു കാരണവശാലും ഇവനെ ഒന്നും വിശ്വസിക്കാൻ, പച്ചവെള്ളത്തിന് പോലും വിശ്വസിക്കാൻ പാടില്ല. അത്രയ്ക്ക് തെമ്മാടികളാണ് ഇവന്മാര്. ഇന്ന് കൊച്ചു കേരളത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭരണം കിട്ടിയപ്പോ ഇന്നും ഞങ്ങളുടെ വനിതാ കോൺഗ്രസിന്റെ MP ഉൾപ്പെടെയുള്ള നേതാക്കളെ എറണാകുളത്ത് അടിച്ച് തകർത്ത് കളഞ്ഞില്ലേ? അനിതയെന്നും പറഞ്ഞൊരു വനിതാ കോൺഗ്രസ് പ്രവർത്തക ഇന്ന് ആശുപത്രിയിലാണ്. അത്രയ്ക്ക് നാറിയ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭരണം നടത്തുന്ന ഇവന്മാരുമായിട്ട് സഖ്യത്തിന് പോയ കോൺഗ്രസുകാരെയാണ് ആദ്യം അടിക്കേണ്ടത്. ശരി, ബാലകൃഷ്ണൻ ചേരുന്നു വടകരയിൽ നിന്ന്. ബാലകൃഷ്ണൻ, ത്രിപുരയിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ത്രിപുരയിൽ എന്ത് പരീക്ഷണമാണ് മേഡം നടന്നത്? ഇതൊന്നൊരു പരീക്ഷണമല്ല, ഇത് ജനങ്ങളെ പരീക്ഷിക്കുന്നതാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നാൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ആർജവം ഉണ്ടെങ്കിൽ, കേൾക്കാമോ മേഡം, 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ കേരളത്തിൽ 20 സീറ്റ് പകുതിയും എടുത്തിട്ട് തെരഞ്ഞെടുപ്പില്ലാതിരിക്കണം, സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം. കാരണം അതിനെങ്കിലും ഒരു ഗുണം ജനത്തിനുണ്ടാവും. അല്ലാതെ ഇവർ ഈ പരീക്ഷണം കൊണ്ടൊന്നും നരേന്ദ്രമോദിയെയും NDA സർക്കാരിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ കേരളത്തിൽ നോക്കൂ, അന്വേഷണ ഏജൻസികൾ ഫടാഫട്ട് നട്ടലുള്ള നേതാവ് രാജ്യം ഭരിക്കുമ്പോൾ ഒരുത്തനെയും അഴിമതി നടത്താൻ വിടൂല, പിടിച്ചു കെട്ടും, വളഞ്ഞിരിക്കുകയാണ് റിസോർട്ട്. ഇതാണ് വേണ്ടത്. അഴിമതി നടത്തുന്നവനെ കൽത്തുറങ്കിലടക്കണം. അത് ശിവശങ്കരനല്ല, CM രവീന്ദ്രനല്ല, CPM-ന്റെ മുഖ്യമന്ത്രിയായാലും തുറങ്കിലടക്കണം. അടച്ചേ നരേന്ദ്രമോദി അടങ്ങും. ശരി, ജോസഫ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ജോസഫ്, ത്രിപുരയിൽ CPM കോൺഗ്രസ് സഖ്യത്തെ BJP പരാജയപ്പെടുത്തിയിരിക്കുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ റിസൾട്ട് അപ്രസക്തമാണ്. 15 സീറ്റായാലും BJP ഭരിച്ചിരിക്കും. അത് നമ്മുടെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നില്ലേ, 30 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ഭരിക്കുന്നത്. പിന്നെ പെട്രോളിന്റെ ഗ്യാസിന്റെ വില കുറച്ച് മുമ്പ് കൂട്ടി 20 സീറ്റ് കൂടുതൽ കിട്ടിയത്. ഒരു മലയാളത്തിൽ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കിട്ടിയത്. പിന്നെ അവൻ തമ്മാടി പെണ്ണിട്ട് അവന്മാർ അവരുടെ വീട്ടിൽ പോയി വിളിക്കാൻ പറ നായിന്റെ മക്കളും. ജിതിൻ ചേരുന്നു പാലക്കാട് നിന്ന്. ജിതിൻ, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഇന്ന് നിങ്ങളുടെ തലക്കെട്ട് ത്രിപുരയിലെ പരീക്ഷണം പാളിയെന്നാണ്. അത് 100% നീതി പുലർത്തുന്നത് CPM-നും കോൺഗ്രസിനാണ്. കാരണം അവര് കണ്ടിരിക്കുന്നത് ഇതിനൊരു പരീക്ഷണമായിട്ട് മാത്രമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണമായിട്ട് മാത്രം കണ്ടിട്ട് കാര്യമില്ല. കാരണം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. കാരണം ഇതിപ്പോ നമ്മള് ത്രിപുരയിലെ ജനങ്ങളുടെ വികാരമാണ് ഇത് പ്രതിഫലിക്കുന്നത്. അല്ലാതെ ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മറ്റൊരു രീതിയിൽ, അതായത് ഇത് BJP-യുടെ മസിൽ പവർ ആണെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. കാരണം ഇത് ജനങ്ങളെ വിധി എഴുതിയതാണ്. അവര് കാണിച്ചു 5 കൊല്ലത്തിൽ 86 ജീവൻ പോയ മസിൽ പവർ ഒക്കെ കാണിച്ചു. അപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ത്രിപുര ഭരിച്ച CPM-ന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാർട്ടി രാജ് കൂടെ കൂട്ടി പറയുമ്പോഴേ നമ്മൾ നിഷ്പക്ഷരാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നുള്ളൂ. അതും കൂടെ കൂട്ടി പറയുമ്പോൾ കേൾക്കുന്നവർക്കെങ്കിലും നമ്മൾ നിഷ്പക്ഷരാണെന്ന് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ജിതൻ, നന്ദി. സിജോ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സിജോ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. കോൺഗ്രസിനും CPM-നും ഒരു ആത്മാർത്ഥയില്ലായി പോയി. ഒരു വലിയ നേതാക്കൾ അവിടെ പോയി പ്രചാരണത്തിനൊന്നും പോയില്ല. പിന്നെ അവിടെ ഏതോ പ്രാദേശിക പാർട്ടിയാണെന്ന് തോന്നുന്നു നേട്ടം ഉണ്ടാക്കിയത്. ഇവര് കോൺഗ്രസ് ഒന്നും ചേർന്ന് BJP നല്ല സ്ട്രോങ് ആ. ഈ പ്രവർത്തനം ഒന്നും പോരാ. അത് നേരത്തെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് പോണത്. അടുത്ത തവണ ഇത് തന്നെ ആവർത്തിക്കും. ബാബു ചേരുന്നു കൊല്ലത്ത് നിന്ന്. ബാബു, ഈ കൂട്ടുകെട്ടിന് എവിടെയാണ് പാളിയത്? എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ കോൺഗ്രസിനാണ് ലാഭം ഉണ്ടായത്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ CPM-ന് 16 സീറ്റ് ഉണ്ടായിരുന്നു. അവര് അന്വേഷിക്കേണ്ട, അവര് കൂട്ടുകെട്ടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആ 16 സീറ്റിൽ 5 സീറ്റ് ഇപ്പൊ പോയി. ഇപ്പൊ ഇനി രാഹുൽ ഗാന്ധി ഇനിയും ഇന്ത്യ മുഴുവൻ ഒന്നുകൂടെ നടന്നാലും ഇതേ തന്നെയാണ് സ്ഥിതി. യാതൊരു കാര്യമില്ല കോൺഗ്രസിനെ കൊണ്ട്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവര് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവർക്ക് വോട്ട് ചെയ്തു, പക്ഷെ കോൺഗ്രസ്സുകാർ അവർക്ക് വോട്ട് ചെയ്തില്ല, മറ്റവർക്ക് വോട്ട് ചെയ്തില്ല, CPM വോട്ട് ചെയ്തില്ല.
എന്നിട്ട് ഇവിടെ ഇപ്പൊ വേറൊരുത്തും പറയുന്നത് കേട്ടോ, ഇവന്മാരെല്ലാം കള്ളന്മാരാണ്, അതാണ് ഇതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടാ, റഫാൽ വിമാനം ഇറക്കുമതി ചെയ്തത് ചൈന ഇറക്കുമതി ചെയ്ത് 520 കോടിക്കാ, ഇവിടെ വാങ്ങിച്ചത് 1600 കോടിക്കാ. അതുകൊണ്ടൊന്ന് അന്വേഷിക്കാൻ പറയും ഇഡിയെ കൊണ്ട്. ശരി, രാജേന്ദ്രൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ രാജേന്ദ്രൻ, എവിടെയാണ് CPM-നെ പാടിയത്? ഇപ്പോൾ സീറ്റ് വീതം വെക്കലിലൊക്കെ വലിയ പാളിച്ച തുടക്കത്തിൽ തന്നെ ഉണ്ടായി, കൂടുതൽ സീറ്റ് കോൺഗ്രസിന് നൽകണമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിന്റെ ഒരു യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്, ഈ പാമ്പും തവളയും കൂടെ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ ആരാ അത് അംഗീകരിക്കുക? എപ്പോഴും പാമ്പ് തവളയെ പിടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു പരീക്ഷണാർത്ഥം ത്രിപുരയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ ഇത് അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല എന്ന് ഇവർ മനസ്സിലാക്കണ്ടേ? അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മതേതര പാർട്ടി എന്ന് പറഞ്ഞാല് CPM-ഉം പിന്നെ കോൺഗ്രസും BJP ഒക്കെ മതേതര പാർട്ടികളാണല്ലോ. BJP മതേതര പാർട്ടിയല്ലേ? ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ആരെന്ത് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക. അല്ലാതെ ഒരു പാർട്ടി എന്നുള്ള പേര് തകർന്നടിഞ്ഞു പോയ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ ഇനി വല്ലതും ഉണ്ടോ ഈ രാജ്യത്ത്? അപ്പൊ അതിന്റെ കൂടെ വന്ന ആളുകൾ എന്തെങ്കിലും പ്രയോജനം കരുതി ഇപ്പൊ BJP-യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി BJP-യുടെ അവസ്ഥ ഒരു പക്ഷേ നാളെ ഇതുപോലെ ആയിക്കൂടുന്നില്ലല്ലോ. കോൺഗ്രസിന്റെയും CPM-ന്റെയും ത്രിപുരയിലെ അവസ്ഥ പോലെ തന്നെ ആയേക്കാം. അവരങ്ങനെ ചെയ്താൽ അവരുടെ ഫലവും അത് തന്നെ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലത് വരും. ശരി, സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, എന്ത് പറ്റി കോൺഗ്രസ് CPM സഖ്യത്തിന് ത്രിപുരയിൽ എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നമസ്കാരം മാഡം. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ള, ഇപ്പൊ കേരളത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ കേരളത്തിലറിയാം, കാരണം ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇന്നലെ 50 രൂപ ഗ്യാസിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു, 350 രൂപ വാണിജ്യ ഗ്യാസിനും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ കേരളത്തില് ബുദ്ധിമാന്മാരായ കാരണമാണ് ഇവരെ അടുപ്പിക്കാത്തത്. പിന്നെ പറഞ്ഞ മാതിരി അവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ് CPM സഖ്യത്തിന് അത് ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് അത്രമാത്രം ഇറങ്ങിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം എന്നിരുന്നാലും പിടിച്ചു നിൽക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. തിപ്രമോത്ത വന്നിട്ട് എത്രമാത്രം ആ വോട്ടിംഗ് ഷെയറിങ്ങിലൊക്കെ കണ്ടാലാണ് ഇനി അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഈ പ്രതിപക്ഷ കക്ഷികള് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് അവരാരുടെ സംസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ BJP-യെ ഈ അപ്രമാദിത്വം നിന്ന് താഴേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഈ തമിഴ്നാടിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ത്രിപുര ഒരു പ്രതീക്ഷയല്ലായിരുന്നു. ഇനി ആ പ്രതീക്ഷയുണ്ടോ? അല്ല, ത്രിപുര പ്രതീക്ഷയായിരുന്നു മാഡം പറയണം. അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ BJP ഇത്രയല്ല പോവുക. കാരണം BJP കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ ഫണ്ടാണ് കിഴക്കൻ മേഖലകളിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് അവിടുത്തെ ഫണ്ടുകളല്ല കൂടുതലും ഉപയോഗിക്കുന്ന കേന്ദ്ര ഫണ്ടുകളാണ്. എന്നിട്ടും അവർ വിചാരിച്ച ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അത് ഈ പറഞ്ഞ മാതിരി തിപ്രമോത്ത എത്രമാത്രം കുറെ സീറ്റുകളിൽ ത്രികോണ മത്സരം, ചതുഷ്കോണ മത്സരമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ BJP-യുടെ അപ്രമാദിത്യം കുറയ്ക്കാൻ കഴിയും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ സംസാരിച്ചതിന്. പൊതുവേദി തുടരും ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുന്നു. ത്രിപുരയിലെ പരീക്ഷണം പാളിയോ? CPM കോൺഗ്രസ് പരീക്ഷണം പാളിയോ എന്നതാണ് പൊതുവേദി ഇന്ന് ചോദിക്കുന്നത്. അടുത്ത കോൾ വയലാറിൽ നിന്നാണ്. ശശിധരൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ശശിധരൻ. നമസ്കാരം. ഹലോ, നമസ്കാരം, കേൾക്കാം, പറഞ്ഞോളൂ. ഈ കീരിയും പാമ്പും തമ്മിൽ എവിടെയെങ്കിലും സഖ്യം ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ടോ? അതുപോലാണ് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള സഖ്യം. കേരളത്തിലെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഓരോറ്റ മനുഷ്യനാണ് സഖ്യം. നമുക്ക് ത്രിപുരയിലെ കാര്യത്തിലേക്ക് വരാം. അതെ സഹോദരി, ഇത് ഇന്ത്യ രാജ്യമല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ, 2 ദേശീയ കക്ഷികളാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ആ 2 ദേശീയ കക്ഷികൾ തമ്മിൽ ഇവിടെയുള്ള ബന്ധം മാത്രം എടുത്താൽ മതി. ഈ സഖ്യം ഒരിടത്ത് ഇന്ന് വിലപ്പോകില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ സഹോദരിക്ക്? മനസ്സിലായി. അതുകൊണ്ട് അവിടെ ഇത് ആത്മാർത്ഥതയോടെയുള്ള സഖ്യം അല്ലായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഈ 2 കക്ഷികളോട് വർഷങ്ങളോളം ഭരിച്ചവരല്ലേ, ഇതിനെ അംഗീകരിച്ചത്. ശരി, കേൾക്കുന്നില്ലേ? ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞാല് ഈ കോൺഗ്രസ്സുകാര് ഈ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ കൂടെ കൂടാൻ പാടില്ലാത്തായിരുന്നു. BJP-യുടെ മിടുക്കൊണ്ടൊന്നും അല്ല അവിടെ ഈ ജയം ഉണ്ടാവണത്. അവിടെ ഈ CPM ഭരിച്ച് നശിപ്പിച്ച് അത്രയും കൊള്ളയും കൊലയും നടത്തിയിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ വയ്യ രീതിയിൽ ആക്കിയിട്ട് പോയിട്ടാണ് ഇപ്പം കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും അവർക്ക് ഇനി രംഗത്ത് വരണം.
ഒരൊറ്റ ഓഫീസ് പോലും തുറക്കാൻ പറ്റാത്ത കാലമാണ് അവരുടെ പാർട്ടി ഓഫീസ്. ഒരാളിനെ പുറത്തിറങ്ങാൻ പോയി. ഇവിടെ പൂച്ചയും പട്ടിയും തല്ലിക്കൊല്ലും പോലെയാണ് അവര് തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് ഇപ്പൊ വന്നത്. പക്ഷെ കോൺഗ്രസ് അവിടെ കൂട്ടാൻ പാടില്ലായിരുന്നു. അതാണ് കോൺഗ്രസിനെ പറ്റിയ തെറ്റ്. അവർക്കില്ലെങ്കിൽ കാലക്രമേണ തിരിച്ചു വരാമായിരുന്നു. എവിടെ ചെന്നാലും ഇപ്പൊ കേരളത്തിലാക്കിയിട്ടേക്കാളും എഴുതുറവാണ് അവര് ത്രിപുരയിൽ ചെയ്തു വെച്ചിരുന്നത്. അതാണ് ഈ സംഭവിച്ചത്. അതിന് കാലക്രമേണ ഗ്രാജുവലായിട്ട് അങ്ങനെ ആളുകൾ ചിന്തിക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കുറച്ചു ദിവസം മുമ്പ് തന്നെ വലിയ സംഘർഷം സൃഷ്ടിക്കാൻ BJP അക്രമികളെ തുരത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ജനം ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട് മാഡം. കാരണം വെച്ചാൽ ഇവരിന് ഒരിക്കലും വരാൻ പാടില്ല. BJP അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് യാതൊരു തെറ്റുമില്ല. ഇവർ അതിനേക്കാളും അക്രമവും നാശവും കൊള്ളയാണ് അവിടെ വരുത്തി വെച്ചത്. ജനത്തിന് പേടിയാണ് ഇവരെ ഇനി വരുത്താൻ. അതിനെയാണ് കോൺഗ്രസ് കൂട്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയത്. ശരി, ചേരുന്നുണ്ട് രവീന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറയാമോ? മാഡം, ഇതിപ്പോ ഇങ്ങനെ കൂട്ടുകൂടിയോണ്ട് ആർക്കാ നേട്ടം ഉണ്ടായത്? കോൺഗ്രസിന് നേട്ടമുണ്ടായത്. കോൺഗ്രസിന് ഇപ്പൊ 4 സീറ്റ് കിട്ടി. CPM-ന്റെ ഉണ്ടായിരുന്ന സീറ്റ് CPM-ന്റെ പോവുകയും ചെയ്തു. 4 ഒറ്റയ്ക്ക് 16 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൂട്ടുകൂടിയപ്പോ 16 കിട്ടി. ഇവരൊന്നും ഇങ്ങനെയൊന്നും കാര്യമൊന്നും രക്ഷപ്പെടിയരുത്. കാരണം എന്താ വെച്ചാൽ നല്ല ഭരണം കാഴ്ചവെക്കുന്ന മോഡി സർക്കാർ നല്ല ഭരണം കഴിക്കും. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും. നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മറച്ചു വെക്കുന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങളോട് എത്തിക്കുന്നില്ല. അത് കാരണം എന്താ, വൈകിട്ടത്തെ 8 മണി ചർച്ചയിലൊക്കെ BJP-യുടെ കിളവന്മാർ വരുന്നിരുന്ന് പ്രതിരോധിക്കുന്നുണ്ട്. ഈ കിളവന്മാരെ മറ്റു നല്ല ചെറുപ്പക്കാരെ വന്നിരിക്കണം. എന്നാലും ഈ കോൺഗ്രസിനോടും CPM-നോടൊക്കെ കടപിടിക്കാൻ. ശരി, രാജു ചേരുന്നു കൊല്ലത്ത് നിന്ന്. രാജു, മതേതര പ്രാദേശിക കക്ഷികളെ ഇടതുപക്ഷത്തെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടല്ലാതെ എങ്ങനെയാണ് BJP-ക്കെതിരെ ഒരു പോരാട്ടം നടത്തുക? ആ പോരാട്ടത്തിനെയാണ് പലരും ഇത്തരത്തിൽ അഭിപ്രായം, ഇപ്പൊ നേരത്തെ രവീന്ദ്രൻ പറഞ്ഞതുപോലെയൊക്കെയുള്ള അഭിപ്രായം കൊണ്ട് നേരിടുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? മാഡം, BJP-യെ പോലുള്ള ഒരു കക്ഷിയെ നേരിടണമെങ്കിൽ സത്യസന്ധമായ രീതിയിൽ വേണം നേരിടാൻ. കൊള്ള ഭരണമാണ് കേരളത്തിൽ തന്നെ നടക്കുന്നത്. നമ്മൾ കാണുന്നില്ലേ? ഇപ്പൊ നമ്മൾ റിസൾട്ട് ED-യും എല്ലാം കയറുക. പാർട്ടിക്കാർ സാഹചര്യമല്ലല്ലോ അവിടെ. ഇവിടെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ സാഹചര്യമല്ലേ, പ്രത്യേകിച്ച് ഒരു രാജ്യമല്ലല്ലോ കേരളം. ഇതേപോലെ തന്നെയാണ് ത്രിപുര. 35 വർഷം ഭരിച്ച സ്റ്റേറ്റാ. അവിടുത്തെ ജനങ്ങൾക്ക് ഈ അനുഭവങ്ങളുണ്ട്. കേരളത്തില് ഈ ഭരണം നിൽക്കുന്നത് തന്നെ BJP മുസ്ലിം ലീഗിന് എതിരാണ്. എത്ര കാലം മുസ്ലിം ലീഗിനെ വരട്ടി നിർത്താൻ പറ്റും? അവരും മനസ്സിലാക്കി തുടങ്ങി. ന്യൂനപക്ഷവും കേരളത്തിൽ മനസ്സിലാക്കി തുടങ്ങി. ഈ പറയുന്ന കണക്ക് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും കള്ളത്തരം ഇപ്പൊ കണ്ടില്ലേ? അവിടെ ഒരുമിച്ച് കൈകോർത്ത് കേരളത്തില് ഇങ്ങനെ തമ്മിലടിക്കുന്നു. ജനം അടുത്ത് ഇതെല്ലാം കണ്ട് ഉള്ള ഭരണമാണ് ഇവർക്ക് കിട്ടിയ സമയത്തല്ല ഇവർ നടത്തിയിട്ടുള്ളത്. ശരി, ദയാധരൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ശ്രീ ദയാധരൻ, CPM കോൺഗ്രസ് സഖ്യത്തിന് നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും BJP-ക്കും പ്രതീക്ഷിച്ച മുന്നേറ്റം ഒന്നും ത്രിപുരയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? അഭിപ്രായം പറയുകയാണെങ്കിൽ, കാരണം ഈ ത്രിപുര 35 വർഷം CPM ഭരിച്ചതാണ്. 35 വർഷം ഭരിച്ചതും 5 വർഷം BJP ഭരിച്ചതും ഈ കീരിയും പാമ്പും തമ്മിലുള്ള കൂട്ടുകെട്ട് ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇത് അവിശുദ്ധമായിട്ട് അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകെട്ടാണ്, ഇത് നിലനിൽക്കില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, കൊച്ചുമോൻ ചേരുന്നു റാന്നിയിൽ നിന്ന്. ശ്രീ കൊച്ചുമോൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. നമസ്കാരം. നമുക്കറിയാമല്ലോ, ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും മത്സരിച്ച് പല പ്രാവശ്യം മാറി മാറി ഭരിച്ച 2 കക്ഷികളാണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഇന്ന് ഈ 2 കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേശീയ തലത്തില് കോൺഗ്രസ് ഓക്സിജൻ കൊടുത്തിരിക്കുന്ന പാർട്ടിയും CPM എന്ന് പറയുന്ന പാർട്ടി വെന്റിലേറ്ററിൽ കിടക്കുന്ന പാർട്ടിയുമാണ്. ഈ അശക്തർ തമ്മിലുള്ള മത്സരത്തിന് അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഇവർ അശക്തരാണ്. ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ ഒരു BJP-ക്കാരൻ എനിക്ക് പോലും ജനങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയോ 4-5 വർഷം അവരവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ജനങ്ങൾ അവിടെ തെരഞ്ഞെടുത്തു. അതിനകത്ത് മാറിയിരുന്ന് ചാനലിൽ ചർച്ച വന്നിരുന്ന ഇവർ കോൺഗ്രസ്സുകാരെ കുറ്റം പറയും, കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തും, കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ കുറ്റം പറയുന്നു. ഇത് നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ചാനലിലും ഇവരുടെ സ്ഥിരം സ്വഭാവം ഇത്. പക്ഷെങ്കിൽ ഈ നമ്മൾ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പം നിസ്സാര ഒറ്റ ഉദാഹരണം മാത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് നിർത്താം. നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന വാളയാർ 2 പെൺകുട്ടികളെ 7, 9, 11 വയസ്സുള്ള 2 പെൺകുട്ടികളെ കൊന്നിട്ട് ഈ 2 പേര് ഇവിടെ മാറി മാറി ഭരിച്ചിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞുങ്ങൾ അതിന് ശബ്ദം ഉയർത്താനോ അതിനൊന്ന് പ്രതികരിക്കാനോ അങ്ങനെയാണെങ്കിൽ ത്രിപുരയിൽ നടന്നത് നമുക്കറിയാം. 2018 65 ഇടതുപക്ഷ അനുഭാവികളെയാണ് കൊന്നൊടുക്കിയത്. സമാനതകളില്ലാത്ത ആക്രമണം അഴിച്ചുവിട്ട സ്റ്റേറ്റ് ആണത്. ആരാ മാഡം അത് ചെയ്തത്? ആരാണ് ചെയ്യുന്നത്? അല്ല, നമ്മളിവിടെ നോമിനേഷൻ കൊടുക്കാൻ പോയ ആളുകളുടെ വീടിന് തീ വെക്കുന്നത് ആരാണ്?
അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് അർഹതപ്പെട്ട തോൽവിയാണ് ഇവർ രണ്ടുപേരും വേണ്ടി. ഞാൻ BJP-ക്കാരല്ല കേട്ടോ, അർഹതപ്പെട്ട തോൽവിയാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാനങ്ങളിൽ വരണം, ജനങ്ങൾക്ക് നന്മയുണ്ടാകണം. ഈ പടലപ്പിണക്കങ്ങളും ഈ കള്ളത്തരവും കാപട്യവും മാറുന്ന ജനങ്ങൾ തിരിച്ചറിയുന്നത് മാത്രമേ എനിക്കിത് പറയാവുള്ളൂ. ശരി, നന്ദി. താങ്കൾ വിളിച്ചതിന് കുഞ്ഞൻ പിള്ള ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ കുഞ്ഞൻ പിള്ള, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ആ കോൾ കട്ടായി. അജയ് കുമാർ ചേരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയ് കുമാർ, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. അല്ല, ഇത് കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് നമ്മൾ കാണുന്നത്. കാരണം കേരളത്തില് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടുന്ന അതേ നാവ് കൊണ്ട് ത്രിപുരയിൽ നമ്മൾക്ക് ഒന്നിച്ച് ഭരിക്കാമെന്നാണ് അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്. ഇപ്പൊ ആൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ മാർഗമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അവിടെ അലയൻസ് ഉണ്ടാക്കുന്നു. തീവ്ര ഹിന്ദുത്വം എന്ന് ഒരു കാലത്ത് അവർ പറഞ്ഞിരുന്ന ശിവസേനയുമായിട്ട് മഹാരാഷ്ട്രയിൽ ഒന്നിച്ചു ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രണബ് കുമാർ മുഖർജിക്ക് ശേഷം ഒരു ഐഡിയ രൂപീകരിക്കുന്ന നേതൃത്വമില്ലാതായിപ്പോയി. ഇതാണ് അവരുടെ ഏറ്റവും വലിയ. അതിൽ നിന്നും അവരൊരിക്കലും വീണ്ടെടുക്കത്തില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും ജയിച്ചിട്ടില്ലാത്ത, പറയാതിരിക്കാൻ വയ്യ, ജയിച്ചിട്ടില്ലാത്ത, മത്സരിച്ചിട്ടില്ലാത്ത ജയറാം രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ പോളിസി രൂപീകരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അവിടെ തന്നെ തമ്പേ പാളി ഇവരുടെ എല്ലാ കാര്യങ്ങളും. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അവര് തന്നെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. സച്ചിൻ, താങ്കൾ ആഗ്രഹിച്ചിരുന്നോ ഈ കോൺഗ്രസ് CPM സഖ്യം അധികാരത്തിലെത്തണം എന്നുള്ളത് ത്രിപുരയിൽ? തീർച്ചയായും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം വലത്തുപക്ഷ ശക്തികൾ, BJP പോലുള്ള ശക്തികൾ ഇന്ത്യ മൊത്തം ഭരിച്ച് മുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയും ലെഫ്റ്റ് പാർട്ടികളും കൈകോർക്കണം, വിശാല പ്രതിപക്ഷ ഐക്യം രൂപീകരിക്കണം തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം, എന്റെ വ്യക്തിപരമായ ആഗ്രഹം. പക്ഷെ ഈ സമയത്ത് നാഗാലാൻഡിലും മേഘാലയയിലും ഈ 3 ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ സഖ്യത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. കാരണം BJP പോലെയുള്ള ഒരു വലിയ ഇത്തരത്തിലുള്ള ഒരു ശക്തിയെ നേരിടാൻ തീർച്ചയായും പ്രതിപക്ഷ ഐക്യം തന്നെ വേണം. ഇത് ഇനിയുള്ള അടുത്ത 2024 തിരഞ്ഞെടുപ്പിലും ഒരു പാഠമായിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പ്രതീക്ഷ അവസാനിക്കുന്നില്ല എന്ന്? ഇല്ല, പ്രതീക്ഷ അവസാനിക്കുന്നില്ല. രാജസ്ഥാനും കർണാടക പോലും സമയങ്ങൾ വരുന്നുണ്ട്, ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും പ്രതീക്ഷ അവസാനിക്കുന്നില്ല. ശരി, പെരുമ്പാവൂരിൽ നിന്ന് ബിജു ചേരുന്നു. ബിജു, താങ്കളുടെ അഭിപ്രായം പറയാമോ? ഇവിടുത്തെ ജനങ്ങളെ, വോട്ട് ചെയ്യുന്ന ജനങ്ങളെയൊക്കെ രാഷ്ട്രീയവാദത്തിലേക്ക് കടത്തി വിടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗ്യാസിന്റെ വില ഇത്രയും കൂട്ടിയില്ല. ഇതിന്റെ പിറ്റത്താണ് ഈ തെരഞ്ഞെടുപ്പെടുന്നെങ്കിൽ BJP-യുടെ സ്ഥിതി എന്തായിരിക്കും? വളരെ ദയനീയമായി. അല്ല, അങ്ങനെയെങ്കിൽ ആലോചിച്ച് നോക്കൂ. 1200 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ BJP-ക്ക് വോട്ട് ചെയ്ത ത്രിപുര, നാഗാലാൻഡ് ആളുകളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അത് തന്നെ. ഇപ്പൊ കേരളത്തിലാണെങ്കിലും ശരിയാണ്. ഇപ്പൊ ആളുകൾക്ക് മറ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും 2 സെസ് കൂട്ടില്ല. ഇവർക്കിനി ഇപ്പൊ ഈ ഗ്യാസിനെ വില സമരം ചെയ്യാൻ പറ്റുമോ? പറ്റുന്നല്ലോ. ഇടതുപക്ഷക്കാരന് വളരെ എതിർപ്പിലാണ്. പക്ഷെ മറ്റൊരു വഴിയില്ല. ശരി, ശ്രീകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകുമാർ, താങ്കൾക്ക് എന്താണ് ഈ സഖ്യത്തിന്റെ കോൺഗ്രസിനെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു, BJP തുടർ ഭരണത്തിലേക്ക് എത്തുന്നു, എന്താണ് അഭിപ്രായം? ശ്രീകുമാർ കട്ടായി. പ്രദീപ് ചേരുന്നു. പ്രദീപ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കാപട്യത്തിന്റെ ആൾക്കാരാണ്. ഇവര് മതേതരത്വം, ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായിട്ട് അവരുടെ അധികാരമാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി തൽക്കാലം കോൺഗ്രസിനെ കൂട്ടുകൂടി നോക്കി. പക്ഷെ പരീക്ഷണം പാടി. കാരണം 10-100ഓളം കോൺഗ്രസുകാരെ കൊലപ്പെടുത്തിയ ഒരു സ്ഥലമാണ്, കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തിയ സ്ഥലമാണ് ത്രിപുര. അവരുടെ ഒരു സുപ്രഭാതത്തില് ഐക്യപ്പെടാൻ പറഞ്ഞ എത്ര ജനങ്ങൾ കൂടും? ഈ കാലഘട്ടത്തിൽപ്പെട്ട സിദ്ധാന്തം പറഞ്ഞിട്ട് കിടന്ന കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് ബുദ്ധിയും ബോധം വെച്ചു തുടങ്ങി അവിടെയൊക്കെ. ഇനി അവിടെ ഒരിക്കലും LDF തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, കൃഷ്ണകുമാർ ചേരുന്നു കൊണ്ടോട്ടിയിൽ നിന്ന്. ശ്രീ കൃഷ്ണകുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണം തന്നെ അതിനൊരു ഉദാഹരണമാണ്. പ്രത്യേകിച്ചും മറ്റേ ത്രിപുര, അതേപോലെ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കോൺഗ്രസുമായി ഒന്നിച്ച് കൂട്ടുകൂടി നമ്മളെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സഖ്യം വരുന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ജനങ്ങൾക്ക് എന്നും
ജനങ്ങളെ പറ്റിക്കാനാവില്ല അല്ല, അധികാരത്തിന് അപ്പുറത്തേക്ക് മതേതര രാജ്യം എന്നൊരു സങ്കല്പമെങ്കിലും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനെങ്കിലും ഒരു അവസരം ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? മതേതരത്വം പറഞ്ഞ ഇവരാണ് ശരിക്കും മതേതരത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതേതരത്വം തന്നെയാണ്. അത് ഇവരാണ് മതേതരത്തിനെതിരായിട്ട് ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ. ശരി, കൃഷ്ണകുമാർ വിളിച്ചതിന്. പൊതുവേദിയുടെ സമയം പൂർണ്ണമാവുന്നു. നമസ്കാരം.